RDX ആദ്യ വിഷയത്തിലേക്ക് 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഭരിച്ച മുഗൾ ഭരണാധികാരിയുടെ ശവകുടീരത്തെ ചൊല്ലി 21-ാം നൂറ്റാണ്ടിൽ തമ്മിലടിക്കുന്ന ജനത. 3 നൂറ്റാണ്ടുകൾ കൊണ്ട് ഒഴുകിപ്പോയ വെള്ളം ഒരു മുറിവുകളെയും ഉണക്കിയിട്ടില്ല എന്ന് തെളിയിക്കുന്നു നാഗ്പൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ. അസ്ഥിയെ തൊടുന്ന വെറുപ്പാണ് തർക്കത്തിനടിസ്ഥാനം. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അയോധ്യക്ക് സമാനമായ കർസേവ നടത്തും എന്നാണ് തീവ്ര ഹിന്ദു സംഘടനകളുടെ ഭീഷണി. ബോളിവുഡ് ചിത്രം ഛാവയുടെ റിലീസിനും സമാജ്വാദി പാർട്ടി MLA അബു അസ്മിയുടെ ഔറംഗസേബ് അനുകൂല പരാമർശങ്ങൾക്കും പിന്നാലെ തുടങ്ങിയ സംഭവ വികാസങ്ങളാണ് നാഗ്പൂരിലെ വർഗീയ സംഘർഷത്തിൽ എത്തി നിൽക്കുന്നത്. എന്താണ് നാഗ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിലുടനീളം തിങ്കളാഴ്ച ഹിന്ദു സംഘടനകൾ പ്രതിഷേധിച്ചു. ശവകുടീരം പൊളിച്ചില്ലെങ്കിൽ കർസേവ നടത്താനായിരുന്നു ആഹ്വാനം. നാഗ്പൂരിൽ പ്രതിഷേധക്കാർ ഖുറാൻ കത്തിച്ചതായി അഭ്യൂഹം പടർന്നതോടെ മണിക്കൂറുകൾക്കകം നാഗ്പൂർ ഹിന്ദു മുസ്ലിം സംഘർഷത്തിലേക്ക് വഴിമാറി. തിങ്കളാഴ്ച രാത്രി 7:30 ചിറ്റ്നിസ് പാർക്കിന് സമീപം അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. മഹൽ, ഗണേഷ്പത്, ഗാന്ധിബാദ് പ്രദേശങ്ങളിലേക്കും അക്രമം വ്യാപിച്ചു. വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ കല്ലേറും തീവെപ്പും ഉണ്ടായി. പോലീസും അക്രമികളും ഏറ്റുമുട്ടി. നിരവധി പേർക്ക് പരിക്കേറ്റു. മേഖലയിൽ നിരോധനാജ്ഞ. ജനം ശാന്തരാകണമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി ശിവസേന ഉദ്ധവ് പക്ഷവും. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലവും ഒമിത്തിയായി കത്തിനിന്ന ഈ പ്രശ്നം ഇത്തവണ തീയായി ആളുന്നത് ഒരു ബോളിവുഡ് സിനിമയിൽ തുടങ്ങിയ ചർച്ചയിൽ നിന്ന്. RDX റാപ്പ് ന്യൂസ് മലയാളം. പക്ഷേ നമുക്ക് ആദ്യ വിഷയത്തിന്റെ ഡാറ്റയും വിശദാംശങ്ങളും പരിശോധിച്ച് വരാം. നമുക്ക് ഔറംഗസേബിന്റെ കാലം എന്താണെന്ന് പരിശോധിക്കാം. 1658 തൊട്ട് 1707 വരെ ഇന്ത്യ ഭരിച്ച 6ാമത്തെ മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസേബ്. അദ്ദേഹം പടയോട്ടങ്ങളുടെ തുടർച്ചയായ രാജവാഴ്ച കാലമായിരുന്നു അത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. പടയോട്ടങ്ങളുടെ തുടർച്ചയായ രാജവാഴ്ച കാലം. അഹോമുകളെ, പഷ്തൂണുകളെ, രജപുത്രരെ, മറാത്തരെ ആക്രമിച്ച രാഷ്ട്രീയ വാഴ്ച കാലമായിരുന്നു അത്. ഹിന്ദുക്കളുടെ മേൽ ജസിയ നികുതി ചുമത്തിയ ഭരണാധികാരി എന്നതാണ് ഔറംഗസേബിന്റെ പേരുകളിലൊന്ന്. മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നതിന് പകരം ഏർപ്പെടുത്തിയ നികുതിയായിരുന്നു ഹിന്ദുക്കളുടെ മേൽ ചുമത്തിയ ജസിയ എന്ന നികുതി. ക്ഷേത്രങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്ന ചരിത്ര വായന തെറ്റാണ് എന്ന് നമുക്കിപ്പോഴും പറയാനാകും. പക്ഷേ വലിയ ആക്രമണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങൾക്കും സമ്പത്തും ഭൂമിയും അദ്ദേഹം പതിച്ചു കൊടുത്തിട്ടുണ്ട് ക്ഷേത്രങ്ങൾക്ക്. പക്ഷേ അതുപോലെ തന്നെ മറ്റതിക്രമങ്ങൾ ചെയ്തിട്ടുമുണ്ട്. മധുര, വൃന്ദാവൻ ക്ഷേത്രത്തോട്, പ്രദേശത്തോട് ഉദാര സമീപനം സ്വീകരിച്ച ആളായിരുന്നു ഔറംഗസേബ് എന്ന് ചരിത്രം പറയുന്നു. പിതാവ് ഷാജഹാനെ തടവിലിട്ടതടക്കം വിവാദമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം. 1707 മാർച്ച് 3 ഇപ്പോഴത്തെ അഹല്യ നഗറിലാണ് ഔറംഗസേബ് മരിച്ചത്. ഔറംഗസേബിന്റെ ശവകുടീരം ആലംഗീർ ദർഗ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ കേന്ദ്രം. ആലംഗീർ ദർഗ സംഭാജി നഗറിലെ പഴയ ഔറംഗാബാദാണത്. ഖുൽദാബാദിലാണ് ആലംഗീർ ദർഗ. അവിടെയാണ് ഇപ്പോൾ അത് കേന്ദ്രമാക്കിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സൂഫി സന്യാസി ഷെയ്ഖ് സൈനുദ്ദീൻ ഷിറാസിയുടെ ദർഗയ്ക്ക് സമീപമാണ് ഈ ദർഗയുമുള്ളത്, ആലംഗീർ ദർഗ. ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു ഔറംഗസേബിന്റെ ആഗ്രഹം. ആ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മകൻ സംസ്കാരം നടത്തിയത് മകൻ ബഹദൂർ ഷാ ഒന്നാമനാണ് ഈ സ്ഥലത്ത്. അങ്ങനെയാണിത് ഈ പ്രശ്നങ്ങളുടെ കേന്ദ്രമായി മാറിയ സ്ഥലവും സ്മാരകവും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കീഴിലാണ്. ഇപ്പോൾ സംരക്ഷിത സ്മാരകമാണ്. 1958 ആർക്കിയോളജിക്കൽ ആക്ട് പ്രകാരം സംരക്ഷിക്കപ്പെടുന്നു. വലിയ മൂല്യമുള്ളതായിട്ട് മതപരമായ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് വേണം സംരക്ഷിക്കാൻ എന്ന വ്യവസ്ഥ ഉണ്ട്. 1991 ആരാധനാലയ നിയമപ്രകാരവും സംരക്ഷിക്കപ്പെടും. ഗ്യാൻബാബിയെ പോലെ കയ്യേറാനാകില്ല. ഘടനാ, സ്ഥലം എന്നിവയെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹാരാഷ്ട്രയിലാകെ ഹിന്ദു സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് ഈ ദർഗ കേന്ദ്രമാക്കിയിട്ട്. BHPയും ബജ്രംഗ് ദളുമാണ് നേതൃത്വം നൽകുന്നത്. അവരാണ് തുടക്കമിട്ടതും. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണം എന്നാണ് പ്രതിഷേധക്കാർ. BHPയും ബജ്രംഗ് ദളും പ്രവർത്തകർ പറയുന്നത്. പൊളിച്ചില്ലെങ്കിൽ കർസേവ നടത്തും എന്നാണ് ആഹ്വാനം. കർസേവ ബാബറി മസ്ജിദ് മോഡലിൽ നടത്തുമെന്നാണ്. നാഗ്പൂരിൽ പ്രതിഷേധക്കാർ ഖുറാൻ കത്തിച്ചതായി അഭ്യൂഹമുണ്ട്. ആ അഭ്യൂഹവും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഇത് കൂട്ടി. ഇതോടെ ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിരിക്കുകയാണ്. വലിയ പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. രാത്രി 7:30 ചിറ്റ്നിസ് പാർക്കിന് സമീപം അക്രമം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഇത് തുടർന്ന് ഇന്നലെ മഹൽ, ഗണേഷ്പത്, ഗാന്ധിബാദ് പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ സംഘർഷം വ്യാപിച്ചിരിക്കുകയാണ്. വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ കല്ലേറും തീവെപ്പും ഉണ്ടായിട്ടുണ്ട്. പോലീസും അക്രമികളും പലവട്ടം ഏറ്റുമുട്ടി എന്നാണ് ഇപ്പോഴും അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. പോലീസുകാരടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 1700കളിൽ മരിച്ച ആ രാജാവിൻ്റെ പേരിൽ 65-ലേറെ പേർ അറസ്റ്റിലായിട്ടുണ്ട്. നഗരത്തിൽ നിരോധനാജ്ഞ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ സംഭവിച്ചത് കിംവദന്തികൾ വിശ്വസിക്കരുത് എന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ
സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം പറയുന്നു. അവിടെ രാഷ്ട്രീയമായിട്ട് തന്നെയും ആളുകൾ ചേരിതിരിഞ്ഞു തുടങ്ങി. ഛാവയുടെ സ്വാധീനമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുമുണ്ട്. ഛാവ ഈ ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങി വൻ ഹിറ്റായി മാറിയ ഛാവ എന്ന സിനിമ, ഈ സാഹചര്യം വഷളായത് ഈ ബോളിവുഡ് ചിത്രം ഛാവ ഇറങ്ങിയതിന് പിന്നാലെയാണ് എന്നതാണ് വസ്തുത. ചിത്രത്തിന്റെ ഉള്ളടക്കം ഏറ്റെടുത്ത് ഹിന്ദു സംഘടനകൾ അങ്ങോട്ടേക്ക് മാർച്ച് നടത്തുകയും ഇപ്പോഴത്തെ പ്രതിഷേധത്തിലേക്ക് എത്തുകയുമായിരുന്നു. ഛാവയിൽ ഔറംഗസേബിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ക്രൂരനായ ഭരണാധികാരിയായിട്ടാണ്. അതാണ് അതിന്റെ പ്രശ്നം. സംഭാജി മഹാരാജാവിനെ ഔറംഗസേബ് ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് സിനിമയിൽ പറയുന്നത്. 126 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൽ 40 മിനിറ്റും ഈ പീഡനങ്ങളുടെ കഥയാണ്. വളരെ രക്തരൂഷിതമായ കഥയാണ്. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവജിയുടെ മകനാണ് സംഭാജി. നമുക്കത് അറിയാവുന്നതാണ്. മധ്യകാല ഇന്ത്യൻ ചരിത്രത്തെ സിനിമ വളച്ചൊടിച്ചു എന്നാണ് മറുഭാഗത്ത് നിന്ന് വരുന്ന വിമർശങ്ങൾ. ഹിന്ദു രാജാക്കന്മാർ കുലീനരും മുസ്ലിം രാജാക്കന്മാർ ദുഷ്ടരുമാണെന്ന് ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ സിനിമ എന്നാണ് പറയുന്നത്. മാർച്ച് ആദ്യം മഹാരാഷ്ട്ര നിയമസഭയിലും ഛാവ ചർച്ചയായി. ഇതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ MLA അബു അസ്മി സിനിമയ്ക്കെതിരെ പരസ്യമായി തന്നെയും രംഗത്തെത്തി. അതുകൂടെ ഇതിനെ കൂടെ കാണണം. ഔറംഗസേബിനെ പ്രശംസിച്ചാണ് അബു അസ്മി പുറത്തേക്ക് വന്നത്. ഇക്കാര്യത്തിൽ വീണ്ടും എതിർപ്പറിയിച്ച് BJPയും NCP അജിത് പവാർ പക്ഷവും ശിവസേന ഷിൻഡെ പക്ഷവും വന്ന് ഈ പാർട്ടികളെല്ലാം ഇപ്പോൾ രംഗത്തുണ്ട്. അബു അസ്മിയെ സസ്പെൻഡ് ചെയ്ത് സ്പീക്കർ, പോലീസ് കേസെടുത്തു. ഇങ്ങനെ പ്രസ്താവന നടത്തിയതുകൊണ്ട് സസ്പെൻഡ് ചെയ്തു, പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം മാപ്പ് പറയുകയാണുണ്ടായത് അബു അസ്മി ഈ പ്രസ്താവനയുടെ പേരിൽ. BJP സർക്കാർ നിസ്സഹായരാണ് എന്നാണ് ഫഡ്നാവിസ് പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നത് BJP സർക്കാർ നിസ്സഹായരാണ്. ASIക്ക് കീഴിലായതിനാൽ പൊളിച്ചു മാറ്റാനാകില്ല എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറയുന്നു. നിയമപരമായി പൊളിച്ചു മാറ്റാനുള്ള സാധ്യത തേടും എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ASIക്ക് കൈമാറിയത് കോൺഗ്രസ് ഭരണകാലത്തെന്ന് ഫഡ്നാവിസ് പറയുന്നു. ഫഡ്നാവിസ് പ്രതിഷേധക്കാർക്കൊപ്പമാണെന്ന് തോന്നലുണ്ടാകുന്ന പ്രസ്താവനകളാണ്. കലാപാഹ്വാനവുമായി സത്താറ MP BJPയുടെ ഉദയൻ രാജ ബോസ്ലെ രംഗത്ത് വന്നു. ശവകുടീരം JCB കൊണ്ട് പൊളിച്ചു മാറ്റാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതോടെയാണ് കുറെ കൂടെ രൂക്ഷമായ തോതിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഔറംഗസേബ് കള്ളനും കൊള്ളക്കാരനുമാണെന്ന് ഉദയൻ രാജ പറഞ്ഞു. അതേ തുടർന്ന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയായിരുന്നു. ഉദയൻ രാജെ ബോസ്ലെ ശിവജി രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ പിന്മുറക്കാരനാണ് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. 2022 AMMI നേതാവ് ഒവൈസി ശവകുടീരം സന്ദർശിച്ചപ്പോഴും വിവാദമുണ്ടായിരുന്നു. ഔറംഗസേബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആദ്യത്തേതല്ല. ബഹുജന പാർട്ടി നേതാവ് പ്രകാശ് അംബേദ്കറിന്റെ സന്ദർശനവും അക്കാലത്ത് വിവാദമായിരുന്നു. ശവകുടീര വിവാദം അങ്ങനെ ആദ്യമല്ല. ഉദ്ധവ് വിഭാഗം സഖ്യകക്ഷി നേതാവിന്റെ സന്ദർശനം BJP അക്കാലത്ത് തന്നെ ആയുധമാക്കിയിരുന്നു. ഉദ്ധവിനെതിരെ ഷിൻഡെ പക്ഷം വഞ്ചന ആരോപണം ഉന്നയിച്ചതും അന്ന് തന്നെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. അങ്ങനെ 2023 സെപ്റ്റംബറിൽ ഔറംഗാബാദിന്റെ പേര് മാറ്റിയപ്പോഴും ഇതേ നിലക്കുള്ള സംഘർഷമുണ്ടായിരുന്നു. ഔറംഗാബാദിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഛത്രപതി സംഭാജി നഗർ ആക്കിയതിനെതിരെ പ്രതിഷേധം ആ ഭാഗത്ത് നിന്ന് ശക്തമായി തന്നെയും ആ ഘട്ടത്തിൽ വന്നു. ഔറംഗസേബ് അനുകൂല സോഷ്യൽ മീഡിയ പോസ്റ്റിട്ടവരെ ആക്രമിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ അറസ്റ്റ്, സംഘർഷം, ഇന്റർനെറ്റ് സേവനം നിർത്തിവെച്ചു എന്നിങ്ങനെ ഔറംഗസേബുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. ആലംഗീർ ദർഗ മഹാരാഷ്ട്രയിൽ എക്കാലവും ഹിന്ദുത്വയുടെ ആയുധമായിരുന്നു. അതുകൊണ്ട് തന്നെയും അവിടെ പ്രശ്നങ്ങളുടെ കേന്ദ്രവുമായിരുന്നു. 1980കളിൽ ബാൽ താക്കറെ ഇക്കാര്യം വിവാദമാക്കി നിലനിർത്തി എന്നതാണ്. ആ കാര്യം ഓർമ്മയുള്ള ആളുകൾക്ക് അത് ഓർമ്മയുണ്ട്. 2022 മുതൽ ഷിൻഡെയും പിന്തുടരുന്നത് ബാൽ താക്കറയുടെ അതേ നയമാണ്. ഔറംഗസേബിൻ്റെ പിൻഗാമികൾ വിളി BJPയുടെ സ്ഥിരം ആയുധമാണ്. BJP പ്രവർത്തകർ അങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. ഇതാണ് ഈ ഛാവയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഔറംഗാബാദ് ശവകുടീരവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ വലിയ പ്രശ്നമായിട്ടത് വളരുകയാണ്. സംസ്ഥാനത്തിന്, ആ പ്രദേശത്ത് മാത്രമല്ല രാജ്യത്തിനാകെ തന്നെയും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഹർഷൻ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്? സനീഷ്, 49 വർഷമാണ് ഔറംഗസേബ് ഇന്ത്യയിൽ ഭരണം നടത്തിയത്, മുഗൾ രാജാവായി ഭരണം നടത്തിയത്. അതുമാത്രമല്ല, ആ മുഗൾ ഭരണകാലത്ത് ഏറ്റവും വിസ്തൃതമായ സാമ്രാജ്യമായി മാറ്റിയതും ഔറംഗസേബ് തന്നെയായിരുന്നു. ആ മുഗൾ സാമ്രാജ്യത്തെ ഏറ്റവും വിസ്തൃതമായ സാമ്രാജ്യമാക്കി മാറ്റിയത് ഔറംഗസേബാണ്. അപ്പോൾ നമ്മളിതിനെ ചരിത്രമായാണ് നമ്മൾ കാണുന്നതും നമ്മൾ പഠിച്ചതും. ഈ ചരിത്രത്തിനപ്പുറത്ത് മറ്റൊരു തലത്തിൽ ഇതിനെ വൈകാരികമായി കാണുകയും അതായത് 1947 ശേഷം ഒരു രാഷ്ട്രം ഇവിടെ രൂപീകൃതമായെന്നും ഇതൊരു റിപ്പബ്ലിക്കായി ഇവിടെ നിലനിൽക്കുന്നു എന്നുമുള്ള ആ യാഥാർത്ഥ്യത്തിനപ്പുറത്ത് മറ്റു പല കഥകളിലേക്കും മറ്റു പല ചരിത്ര കഥകളിലേക്കുമൊക്കെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ വർഗീയമായ വലിയ സംഘർഷങ്ങൾക്കുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സങ്കടകരം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഭയങ്കര കൗതുകരമാണ്. ഒന്ന്, ഈ നാഗ്പൂർ അറിയാമല്ലോ, RSSന്റെ ജനനം നടന്നത് അവിടെയാണ്. അത് 1923 വർഗീയ കലാപത്തിൻ്റെ തുടർച്ചയിലാണ്
25-ൽ RSS രൂപം കൊള്ളുന്നത്. അപ്പോൾ അവിടെ എന്നും ഈ വർഗീയ കലാപത്തിൻ്റെ, വർഗീയ സംഘർഷങ്ങളുടെ ഒരു സാധ്യത നിലനിന്നിരുന്നു ഈ പ്രദേശത്ത്, നാഗ്പൂരിൽ മാത്രമല്ല. മഹാരാഷ്ട്രയെ പൊതുവെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഭീവണ്ടി നോക്കിയാൽ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. കലാപം എന്നല്ലോ നമുക്ക് പറയേണ്ടി വരിക, മുംബൈയിൽ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ആ രീതിയിൽ അതിന് ഏറ്റവും ഒടുവിൽ മാലേഗാവിലെ സ്ഫോടനങ്ങളും ഒക്കെയായി എപ്പോഴും ആ നിലയ്ക്ക് കൂടുതൽ ആളുകൾ ദുരിതത്തിലാവുന്ന തരത്തിൽ, എല്ലായ്പ്പോഴും ഭീതിയിൽ ജീവിക്കേണ്ട തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായി നിൽക്കുന്ന ഒരു സാഹചര്യം മഹാരാഷ്ട്രയ്ക്കുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട്, വർഗീയ സംഘർഷങ്ങളില്ലാത്ത കേരളത്തിൽ നിന്നുകൊണ്ട്, കലാപങ്ങളില്ലാത്ത കേരളത്തിൽ നിന്നുകൊണ്ട് അത് ആലോചിക്കുമ്പോൾ അതിൻ്റെ തീവ്രത എത്ര എന്ന് നമുക്ക് പിടികിട്ടില്ല. പക്ഷേ അതിൽ പെട്ടുപോയവർക്കറിയാം അതിൻ്റെ ഭീകരത എത്രത്തോളം വലുതാണെന്ന്. അങ്ങനെ നോക്കിയാൽ അന്ന് മുതൽ, ഈ 23 മുതൽ അവിടെ വീണ്ടും ഈ പുതിയ കാലത്ത്, അതിനു മുമ്പ് അവിടെ കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ 23 മുതലുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ തീവ്രമായ വർഗീയ സ്പർദ്ധയുള്ള ഒരു സാഹചര്യം പല ഘട്ടത്തിലും അവിടെ നിലനിന്നിരുന്നു. അതിനെ വീണ്ടും കനലൂതി കൂടുതൽ കുഴപ്പത്തിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ തന്നെ ഈ ഓരോ കാലത്തും ഓരോ കാരണങ്ങളുണ്ട് അതിന്. ഇപ്പോൾ അത് ഒന്നവിടെ ആ ഒരു സ്മൃതി കുടീരം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അത് സംരക്ഷിക്കപ്പെടുന്നത് ASI ആയതുകൊണ്ട് തന്നെ അത് വേറെ പൊളിച്ചു മാറ്റാനോ മാന്തി നീക്കാനോ ഒന്നും അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. കാരണം മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കടന്നു കയറിയ പോലെയോ അവിടെ മാന്തി നോക്കിയതുപോലെയോ ഒന്നും ഇവിടെ മാന്തി നോക്കാനുള്ള സാഹചര്യവും സൗകര്യവും ഇല്ല. മറ്റ് നിയമപരിരക്ഷയോടെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നതുകൊണ്ട് അത് സാധ്യമല്ല. പക്ഷേ ഇത് നമ്മുടെ ചരിത്രമല്ലേ, നമ്മൾ ആ നിലയ്ക്കല്ലേ ഇതിനെ കണക്കാക്കേണ്ടത്. ആ ചരിത്രത്തിൻ്റെ അടയാളമായി അത് ഇനിയിപ്പോൾ കുറേ ആളുകൾക്കത് ഈ വേദനിപ്പിക്കുന്ന അടയാളമായി തന്നെയാണ് തോന്നുന്നതെങ്കിൽ അത് അടയാളമായി, നമ്മൾ കടന്നു വന്ന വഴിയായി അത് ആ അടയാളം അവിടെ നിലനിൽക്കുക തന്നെ വേണം എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. 47-ന് ശേഷം ഈ രാജ്യത്തിൻ്റെ സ്ഥിതി മറ്റൊന്നല്ലേ. ഇവിടെ വേറൊരു ഭരണഘടനയില്ലേ. ആ ഭരണഘടനയിലോ ഈ രാജ്യത്തിൻ്റെ സ്ഥിതിയിലോ ഇതിൻ്റെ ഇപ്പോഴത്തെ രൂപത്തിലോ ഒന്നും വിശ്വാസമില്ലാത്ത ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത്. അതാണ് അത്. അവിടെ ഈ ബാബറി മസ്ജിദ് പോലെ തകർക്കും, നിങ്ങളായിട്ട് തകർത്തില്ലെങ്കിൽ ഞങ്ങൾ ബാബറി മസ്ജിദ് പോലെ തകർക്കും എന്നാണ് ഈ സമരക്കാർ പറയുന്നത്. കർസേവ നടത്തും എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഈ ബാബറി മസ്ജിദ് 400 വർഷത്തോളം നിലനിന്ന ഒരു വലിയ കെട്ടിടമാണ്, അത് തകർത്ത് കളഞ്ഞു. ഇന്ത്യയിൽ മാത്രമാണ് നടക്കുക എന്ന് ചിലപ്പോഴൊക്കെ തോന്നും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് തുർക്കിയിൽ ഹാഗിയ സോഫിയ എടുത്താൽ, ഹാഗിയ സോഫിയ 537 എന്ന വർഷം ക്രിസ്ത്യാനികളാണ് നിർമ്മിച്ചത്. ക്രിസ്ത്യാനികൾ 1453 ആയപ്പോൾ ഓട്ടോമൻ സുൽത്താൻമാർ വന്നിട്ട് അത് മുസ്ലിം പള്ളിയാക്കി. ക്രിസ്ത്യൻ പള്ളിയായിരുന്ന മുസ്ലിം പള്ളിയാക്കി. 1935 ഈ സെക്കുലറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്കുലർ രാഷ്ട്രീയമുള്ള മുസ്തഫ കമാൽ അത്തതുർക്ക് വന്നിട്ട് സെക്കുലർ മ്യൂസിയം ആക്കിയിട്ട് മാറ്റി. 2020 ഇപ്പോൾ എർദോഗൻ അതിനെ വീണ്ടും മുസ്ലിം പള്ളിയാക്കി. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പള്ളിയായിട്ട് തുടങ്ങി മുസ്ലിം പള്ളിയായി, സെക്കുലറിസ്റ്റ് മ്യൂസിയമായി, എന്നിട്ട് വീണ്ടും മുസ്ലിം പള്ളിയായി. ഈ കാലത്തിനിടയിൽ ഒരിക്കൽ പോലും അത് തകർക്കപ്പെട്ടിട്ടില്ല. അതാണ് എന്ന് നമ്മൾ ഓർക്കണം. തകർക്കപ്പെട്ടിട്ടേ ഇല്ല. ഇവരിത് ചെന്നിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എത്രയോ പിതാമഹന്മാർ ജീവിച്ചിരുന്ന കാലത്ത് നിന്നിട്ട് ഉണ്ടാക്കപ്പെട്ട സ്ട്രക്ചർ തകർത്ത് കളയുന്നത് അങ്ങേയറ്റം അക്രമാസകമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ മതപരമായിട്ടുള്ള രാഷ്ട്രീയം നിൽക്കുന്നൊരു രാഷ്ട്രമാണ്. ഇപ്പം കാലമാണ്, വലിയ തോതിലുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് നടക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊള്ളട്ടെ. പക്ഷേ ഒരു സ്ട്രക്ചർ പൊളിച്ചു കളയുക എന്ന്, അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ആരാണത് ചെയ്യുന്നത്? താലിബാൻ പണ്ട് അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ ബുദ്ധപ്രതിമകൾ തകർത്ത് കളഞ്ഞു. താലിബാനാണ് തകർക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും മോശം രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ആളുകളാണ് ഈ ചരിത്ര വസ്തുക്കളെ തകർത്ത് കളയുന്നത്. അതിനുമായിട്ട് ഔറംഗസേബിൻ്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചർച്ചകളും മറ്റ് പ്രതിഷേധങ്ങളും അടക്കം ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ അത് തകർത്ത് കളയണമെന്ന് പറയുന്നിടത്താണ് ആ കേരളത്തിലൊന്നും നടക്കുന്നില്ലല്ലോ എന്നാലോചിച്ചൊരു സമാധാനം വരിക. ഇത് മാത്രമല്ല, ഛാവ എന്നൊരു സിനിമ ഇറങ്ങുന്നു. സിനിമ കണ്ടപ്പോൾ തന്നെ ആ സിനിമയിൽ പറയുന്ന സ്ഥലത്ത് പോയിട്ട് നിധിക്ക് വേണ്ടിയിട്ട് കുഴിക്കുക ജനങ്ങൾ. ആ സിനിമയിൽ പറയുന്ന കഥ വിശ്വസിച്ചിട്ടൊരു ഒരു സ്ഥലം പൊളിക്കാൻ വേണ്ടി പോകും. കേരളത്തിൽ നടക്കില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ഉണ്ടാകും. അതാണ് എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെയല്ലേ? അത് തീർച്ചയായും. അതിൽ ഇത് ഛാവ ഇതിനൊരു കാരണമായിട്ടുണ്ടെന്ന് ഫട്നാവിസ് തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതായത് അതിനുശേഷം ഈ വിഷയം വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ പരസ്പരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളായി അത് മാറുകയും ചെയ്തു. അതൊക്കെ ബാക്കിയാണത്. അതാണ് നമുക്കിത് അവസാനിപ്പിക്കാം. എന്നോ കടന്നുപോയ ചരിത്രഘട്ടങ്ങളെ ചൊല്ലിയുള്ള തീരാതർക്കങ്ങൾ എല്ലാ ദേശങ്ങളിലും സകല സംസ്കാരങ്ങളിലും കാണും. സംഘർഷവും കലാപവും ഏത് തരത്തിലുള്ളതാണെങ്കിലും അത് ദുഃഖവും വേദനയും മുറിവുകളും പിന്നെ തീരാ കണ്ണീരും മാത്രമേ ശേഷിപ്പിക്കൂ. മുറിവുകളെ മുറിവുകളാക്കി നിർത്താൻ താല്പര്യമുള്ളവരുണ്ടാകും. അതിലേക്ക് തീയൂതാൻ അവർ ഇല്ലാ ചരിത്രങ്ങളെ നിർമ്മിക്കും. വെറുപ്പിൻ്റെ മുഷിഞ്ഞ ചരിത്രത്തെ പുതിയ കാലത്തിൻ്റെ വെളിച്ചത്തിൽ കഴുകി വെളുപ്പിക്കുന്നവനാണ് സാമൂഹിക മനുഷ്യൻ. ആ ആധുനിക മനുഷ്യനേക്കുള്ള സാമൂഹിക പരിണാമം ഉടൻ ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ RDX ഈ വിഷയം പറഞ്ഞു നിർത്തുന്നു.